എനിക്കാണെങ്കിൽ ഇഡലി ഇഷ്ടല്ല. ഇതിപ്പോ മല്ലിക ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഞാനപ്പോ ഇത്തിരി സാമ്പാർ മാത്രം ഉണ്ടാക്കി വെച്ച്. സാമ്പാറിൽ ഉപ്പുണ്ടോ? നല്ലോണം ഉണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ പറയായിരുന്നതാ. എനിക്കറിയില്ല. നിങ്ങൾ ഉപ്പിടും പിന്നെ കാണിച്ചിട്ട് ഇട്ടാ മതിട്ടോ. ഇതങ്ങോട്ട് മുഴുവൻ കഴിക്കണം കേട്ടോ. എന്തേ അല്ലാ വെള്ളം എടുക്കണം. വെള്ളം അടച്ചോനെ. മോൾക്കൊക്കെ മോൾക്കൊക്കെ ഇങ്ങനെ മോൾക്കൊക്കെ പോയോ? പോയോ? ശരിയായോ? അതുകൊണ്ട് അങ്ങോട്ട് തിന്നെ. എന്താ കരിയണ്? അടുപ്പത്ത് നിന്ന് വെച്ചോ? ഓംലേറ്റ് അതെല്ലാം കരിഞ്ഞി. എന്നാ ശരി 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 ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എതുക്ക് കൂപ്പിട്ടെ? ഞാനേ അന്നൊന്ന് കാണണം വിചാരിച്ചിട്ടിരിക്കായിരുന്നു. വാ കേറ്. അതേ എന്നാ ഭായി ഇരിക്ക്. ഞാനേ റസ്യ വീണ കാര്യം അറിഞ്ഞില്ലേ? ഡോക്ടർ എന്നെ ചൊല്ലിച്ചേ? അല്ല അതിനിപ്പോ ഒരു 1.5 മാസം പ്ലാസ്റ്റർ ഇടണമെന്നാ പറഞ്ഞേക്കണേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുടുങ്ങിയത് എന്താ വെച്ചപ്പോ വീട്ടിലെ പണികൾക്കൊന്നും ഇപ്പൊ വീട്ടുവേലെല്ലാം മുടിஞ்சுதான் കട പോയി തുറക്കണം. ரொம்ப കഷ്ടം. വലിയ ഇടങ്ങറാണ്. പിന്നെ ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങറേ. അപ്പൊ ഞാനിപ്പോ നമുക്ക് ഈ വീട്ടുപണിക്ക് വേണ്ടിട്ട് ഒരാളെ കിട്ടാനേ ഞാൻ ജോസുട്ടിനോടും കുഞ്ഞുട്ടിനോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ അന്വേഷിച്ച്. അപ്പൊ അവര് 1-2 സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ ഒരാളും ഇല്ല. ഭയങ്കര തിരക്ക്. അപ്പൊ ഇവർക്കാണല്ലോ ഏറ്റവും വലിയ തിരക്ക്. അപ്പൊ ഞാനൊരാളെ കിട്ടാൻ ഞാനിപ്പോ എന്റെ ഈ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരെ വരിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ പാട്ടിക്ക് ഉടമ്പ് ശരിയില്ല. ഇല്ലാണ്ട് സുമേനെ കൊണ്ടുവന്ന് ഒരു മാസം നിർത്തി. അത് വേണ്ട. അതൊന്നും വേണ്ട. നമ്മുടെ ആൾക്കാരനൊന്നും നമുക്ക് നമ്മുടെ ഇവിടെ പണിക്ക് നിർത്താനൊന്നും പറ്റില്ല. ഇപ്പൊ ഇങ്ങടെ ഈ നാട്ടിൽ നിന്ന് ഈ പണിക്കായിട്ട് തന്നെ വരുന്ന വീട്ടുപണിക്കായിട്ട് തന്നെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പരിചയമുള്ളവർ വല്ലവരും ഉണ്ടോ? എന്തോരക്ക് അങ്ങനെ ഒരാളെന്താ കൂട്ടിയിട്ട് വരണം. അങ്ങനെ ഒരാളെ കിട്ടുക വെച്ചാൽ വലിയ സൗകര്യവും എന്തോരെ. അപ്പൊ അത് എന്നോടൊന്ന് അന്വേഷിക്കാൻ വെച്ചിട്ടായിരുന്നു. ഇർക്ക് ഉണ്ട് അല്ലേ? ചെമ്പകം എന്ന് പറഞ്ഞൊരു പൊണ്ണ് ഇരിക്കുന്നത്. അതെ കിട്ടുമോ? கோவையில இருக்கிறது எனக்கு ரெண்ட பழக்கம். അതെ എവിടെ എവിടെ? நம்ம தெருவுல மாரியம் கோவில் பக்கத்துல தான் அவரு வீடு. ശരി ശരി. അവര് കഴിഞ്ഞ ആഴ്ച എന്നെ പാത്തത്. അപ്പൊ അവരൊരു മേനോന്റെ വീട്ടിലാണ് വേലക്ക് ഇരുന്നത്. അതെ. അവരിപ്പോ വെക്കേഷൻ ടൈമില് മക്കളെയും കൂട്ടി അമേരിക്കയിലേക്ക് പോയി. ഇനി ഒരു മാസം കழிச்சுதான் വരും. அப்ப இப்ப ஃப்ரீயா தான் இருக்குது. ஒரு வேலை எங்கேயாவது கடைக்கு போன்னு என்ன കഴിഞ്ഞ வாரம் கேட்டு சொல்லிச்சு. அப்படி പടച്ചോ കാത്തുന്നപ്പോ ഇങ്ങോട്ട് വരാനായിട്ടാ പോയി. അത് നന്നപ്പോ ആളൊന്നും നിന്നാ വിളിക്കാൻ പറ്റുമോ? சரி நான் கூப்பிடலாம். வேலை இருக்குதான்னு என்கிட்ட கேட்டது தானே. എങ്ങനെ ആളെങ്ങനെയാണ്? அழகான பொண்ணு, குயில் நாதம், பாடும் ஆடும் சூப்பர். അല്ല ഇത് ഗാനമേളക്ക് വേണ്ടിട്ടല്ല, ഇവിടെ വീട്ടുപണിക്കാണ്. അതല്ല നമ്മ കുടുംബത്തിലെല്ലാം വരുമ്പോ ഒരു ഐശ്വര്യം இருக்குன்னு சொன்னேன். ശരി. അപ്പൊ എന്നാ ഒന്ന് അറേഞ്ച് ചെയ്താൽ നന്നായി. சரி அப்போ நான் அப்படின்னா நான் காலையில போய் அவரை கூட்டிட்டு வரேன். ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് കിട്ടി അത്രയും നന്നായി. ഓ ശരി. ശരി. ഒരു 1000 രൂപ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെന്താ കൊടുക്കാം. അയച്ചു കൊണ്ടുവരുന്നതിന്റെ അതിന്റെ വണ്ടി കാശും തരാം ഞാൻ. വണ്ടി കാശൊന്നും വേണം, നമ്മ കുടുംബത്തേക്ക് തന്നെ. എനക്കൊന്നും വേണം. 1000 രൂപ അഡ്വാൻസ് കൊടുത്താ പോതും. ആയിക്കോട്ടെ ഞാൻ കൊടുക്കാം. അപ്പൊ കാലയില ഞാൻ പോയി കൂട്ടിട്ട് വന്നിടേ. ശരി. ഒന്നും കവരപ്പെടാം, ഞാൻ ഏത്തു. ശരി ശരി. ഏതായാലും ഇത് ഈ കോലത്തിൽ അവസാനിച്ചത് നന്നായി. എങ്ങാനും നടുവും തല്ലി വീണിട്ട് നടു ഒടിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അതിലേറെ പെട്ടില്ലേ? ചായ കുടിക്കും. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ അല്ലേ? അല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ ദോരേനെ കോയമ്പത്തൂർക്ക് വേലക്കാരി നോക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ്? തല്ലടാ, ഒരാള് ആരെങ്കിലും ഉള്ളതല്ലേ. അപ്പൊ ഇവളില്ലേ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാണ് ഇതിന് നിന്നത്? നീ ഇജെന്ത് വർത്താനാ പറഞ്ഞത്? ഓൾ അവിടെ കിടന്നിട്ട് മേടിക്കണ അറിഞ്ഞൂടെ? അത് കുഴപ്പമില്ല. ഇത്തിരി ചോറും കറിയും തരാൻ ഇത്തിരി പാടാ. അല്ല അതല്ല മല്ലിക, ചോറും കറിയുടെ അല്ല. ഇതിപ്പോ ഇജ്ജ് നേരം വെളുക്കുമ്പോതാ ആ കുട്ടികളെ പറഞ്ഞു വിടണ എങ്ങനെ നിക്കറിയ. അതേമാതിരി ഇവിടത്തെ ഉണ്ടല്ലോ ഒരു സാധനം, അതുമ്പോഴും കൂടി അങ്ങോട്ട് യുദ്ധം വെട്ടണ കണ്ടിട്ടുണ്ടെങ്കിൽ ആനനെ മെരുക്കണ മാതിരിയുള്ള അവസ്ഥയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി.
വീട്ടില് വേലക്ക് നിക്കണ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കിട്ടല്ല. നിങ്ങളൊരു ഡോക്ടറിനെ വക്കീലിനെ വേണ്ടി പറഞ്ഞാൽ കൊണ്ടുവന്നേരാ. ശരിയാ. അത്ര ഡിമാൻഡാണ് ഇവർക്ക്. എന്തേലും ആട്ടെന്നാ. നല്ല നോക്കിട്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞു വിടാൻ. നോക്കാം. ഒന്നാമത് ഇന്റെ അടുക്കളയിൽ ആരും കേറണത് എനിക്ക് ഇഷ്ടല്ല. വാപ്പാക്കും ഇഷ്ടല്ലായിരുന്നു അന്യരുടെ അടുക്കളയിൽ കേറണതേ. വാപ്പാനെ കൊണ്ടാ പോലെ. അല്ല, എന്റെ വാപ്പ കബറിൽ സ്വസ്ഥായിട്ടൊന്ന് കയറുന്നോട്ടേ പറയാ. ഏത് കാര്യത്തിനും അതിനെ വലിച്ചയക്കും. അതെ, ആ വാതിലൊക്കെ തുറന്നിട്ടാ പോകുന്നത്. വല്ല വട്ടിയും കയറും. എവിടെയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ടും. എനിക്ക് പോവാ. ഞാൻ എനിക്ക് ഇപ്പൊ ലക്ഷം കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുതരാം കേട്ടാ. എന്നാ ശരിട്ടാ. ആയിക്കോട്ടെ നോക്കിട്ടൊക്കെ നടക്കണ്ടോ. நான் சொன்ன மாதிரி எல்லாம் நின்னா போதும். எந்த பிரச்சனை வந்தாலும் என்ன கூப்பிட்டா போதும். தாரு, நான் பக்கத்து வீட்டில் தான் இருக்குது. பாய் வா. വന്നോ? വരി வா வா ஏறி வா. ആളെ കിട്ടിയല്ലേ? இதுதான் நான் പറഞ്ഞ செம்பகம். வணக்கம் மதுரன் உங்களை பத்தி சொல்லியிருக்காங்க. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? எல்லாம் சொல்லி கொடுத்துருக்கு. இதுதான் முதலாளி அம்மா. பின்ன நீ வேலை செய்த மேனோண்ட வீட்டுல வாஷிங் மிஷின் கிரைண்டர் எல்லாம் இருந்தது இல்ல? கவலைப்படாத, அந்த மாதிரி இங்கேயும் வாஷிங் மிஷின் மிஸ்கி எல்லாம் இருக்கு. மிஸ்கி இல்லனா மிக்ஸி. ஆமா, அதெல்லாம் இருக்குது. ആക്കണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാലേ, അല്ല മുപ്പത്തിയാർക്ക് ഒരു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അനുസരിച്ചൊക്കെ ഒന്ന് നിക്കണോ, അത്രേ ഉള്ളൂ. അല്ല, വേറൊന്നുമില്ല. വൃത്തി വെടുപ്പൊക്കെ വേണോ. അടുക്കളയിൽ കേറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് വേണോ. എന്റെ വാപ്പാക്ക് അത് നിർബന്ധാണ്. வாப்பா எங்கம்மா? വാപ്പ പോയി. எங்க போயிட்டாரு? ആവിയായി പോയി. ஆவியா? இங்கயா? இல்ல, வாப்பா இறந்து போச்சு. என்னப்பா இது ஆவி ஈவின்னு எல்லாம் சொல்றேன். ஆவின்னு சொன்னா பிரேதம், அது அவருக்கு பயம். പ്രേത? അത് അങ്ങനത്തെ അല്ല, അത് പുട്ടിന്റെ ആവില്ലേ അതേമാരത്തെ. അതെ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്റെ ഒരു മോനുണ്ട്. ഓനെ സ്കൂളിൽ വിടാൻ നേരത്ത് ഇവിടെ വലിയ ബഹളായിരിക്കും. അപ്പൊ ഞാൻ പറയണതൊക്കെ അങ്ങോട്ട് ചെയ്താ മതി. വച്ചുണ്ടാക്കാനൊക്കെ അറിയോ? தெரியுமா? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിക്കണ്ട കേട്ടോ. മനസ്സിലായിണ്ടാവോ? எல்லாம் புரியுது, மலையாளம் எல்லாம் நல்லா தெரியும். அம்மா சொன்ன மாதிரி எல்லாம் நல்லபடியா கேட்டு நடந்துக்கணும். என்ன பின்ன பாய், இவருக்கு கொடுக்கான்னு சொல்ல காசு இருக்குது இல்ல? ഇത് കഴിയുമ്പോഴല്ലേ? அல்ல, அது வாரம் ஒரு 2000 ரூபாய் வச்சு கொடுங்களேன். വാരി കൊടുക്കാൻ 2000 രൂപ അവിടെ ഇവിടുന്ന്. அதில்ல, வாரம்னு சொன்னா ஆഴ്ചயில 2000 ரூபாய் வச்சு கொடுங்க. கடைசியில மீதி இருந்தா உள்ளது கொடுத்தா போதும். അല്ലാണ്ട് മാസാവസാനം കൊടുത്താ പോരാ. இல்ல, அடிக்கடி வேணும். ഇപ്പൊ എങ്ങനെയൊക്കെ കൊടുക്കാം. ഇപ്പൊ ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. அது நீங்க இப்ப சொல்லுவீங்க. அவர் இங்க வேலை செய்யறது பார்த்தா நீங்க கடைசி வரைக்கும் இங்க வச்சுட்டு இருப்ப விட மாட்டான். വേണമെങ്കിൽ അപ്പൊ വേണമെങ്കിൽ ആലോചിക്കാം. അതിന്റെ ആവശ്യമില്ല. വേണ്ട, ഒരു മാസം കഴിഞ്ഞാ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. ബാബാ, അടുക്കള കാണിച്ചു തരാം. അടക്കളൊക്കെ ഒന്ന് പോയി നോക്കാണ്. അതെ, മൂപ്പരടുത്ത് നിന്ന് പോയാ മതി. അതാ പെക്കന്നെ നിക്കാൻ വലിയ അടക്കറാണ്. கஷ்டம், அதனால நின்றுவா. என்ன பாய், ஒரு 1000 ரூபாய் அட்வான்ஸ் கேட்டல்ல? അപ്പൊ 37 രൂപ കൊടുത്താ പോരെ? வேணாம், அது இப்ப என்கிட்ட கொடுங்க, தேவை இருக்கு. എന്തിനാ എന്റെ വരുന്നേ? அல்ல, அது வேறொரு அவசியம் இருக்கு. நீங்க அவளுக்கிட்ட கேட்டு பாருங்க, எனக்கு தர சொல்லு, அப்ப கொடுத்தா போதும். എന്നാ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കിട്ട് എനിക്ക് തരാം. ஆமா, ഇവിടെ ഉണ്ടാവൂലേ? இங்க இருக்கு. ആയിക്കോട്ടെ. എന്നാ ഞാൻ ചോദിച്ചിട്ടേ അങ്ങോട്ട് തരാം. എനിക്ക് തരാം. சரி കേട്ടോ? செம்பக, நான் போறேன். ഇനിയിപ്പോ 1000 രൂപ കൊണ്ടുപോയിട്ട് കള്ളുപിടിക്കാനുള്ള പരിപാടിയാ നമുക്ക്. அம்மா இருங்க, நான் பண்றேன். ഇതിപ്പോ ഇത്ര കറിയൊന്നും വേണ്ടട്ടോ. എന്തെങ്കിലും 2 കറിയൊക്കെ മതി. ഇവിടെ വലിയ നിർബന്ധമൊന്നും ഇല്ല അങ്ങനെ. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്തൊക്കെ ഉറങ്ങ? നിങ്ങളറിയോ, നമ്മളെ റസിയാന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ പെണ്ണിന്റെ 1 മാസത്തെ ശമ്പളം 10,000 ഉറുപ്പ്യ. അതിന് അതിനൊന്നുമില്ല,
ഞാനും എവിടെയെങ്കിലും വീട്ടുപണിക്ക് പോയിട്ട് 16 ഉറുപ്പ്യ ഉണ്ടാക്കിയാലോ നാലേക്ക്. ഓ പിന്നെ എന്നാ പിന്നെ നീ ഒക്കടി വീട്ടുപണിക്ക്. അല്ല പിന്നെ അതേ റസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. റസിയക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവർ രണ്ടുപേരും ഇന്നല്ലേ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയിരിക്കാണ്? ആ, ഇന്ന് ഡോക്ടറെ കണ്ട ദിവസാ. ആ അതന്നെ, ഞാൻ അതിൽ വരുന്ന വഴി നോക്കിയപ്പോ കണ്ടില്ല. മറ്റേ അവിടെ ഉറത്തിരിക്കണ്ടാവുമല്ലോ. അല്ല അവിടെ വേറെ ആരാളുള്ളത്? അവിടെ മറ്റേ ജോലിക്ക് വന്ന വേണം. അവള് മാത്രല്ലേ ഉള്ളൂ? അത് സൂക്ഷിക്കണം. എന്താ അവിടുന്ന് വല്ല സാധനങ്ങളൊക്കെ കളവ് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതിനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു വെണ്ണാന്നൊന്നും തോന്നുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ദൊര കൂട്ടിക്കൊണ്ടുവന്നല്ലേ. നീ ഒരു കാര്യം ചെയ്യൊന്ന് പോയി നോക്ക്. വേണോ? പോയി നോക്ക്. അവന് വേറൊരു കാര്യം, ഞാൻ അവിടെ ചെന്നിട്ട് അവളോട് നേരിട്ട് നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ എന്നുള്ളത് ചോദിക്കണ്ട. അങ്ങനെയൊക്കെ പാരെ ചോദിക്കോ? അല്ല ഈ PSC ഒക്കെ എഴുതണാണല്ലോ, ഭയങ്കര ബുദ്ധിയല്ലേ, ചിലപ്പോൾ ചെന്ന് ചോദിച്ചാലോ. வெயிங்க நான் பண்றேன். நான் பண்ணிக்கிறேன், நீங்க வைங்க. அது பரவாயில்ல, இது பார்க்க வேணும் செய்யலாம். நான் இந்த கேரளாவில் தான் இந்த மாதிரி வேலையெல்லாம் செய்யறது இல்லை. தமிழ்நாட்டு போனா சும்மா சொன்னா இந்த வேலையெல்லாம் நான் தான் செய்யறது. அப்ப அங்க செய்யறதா இருந்தா இங்க செய்த என்ன? அப்புறம் நம்ம தமிழ் இருக்கிற இந்த பந்தம் இருக்குதுல்ல, அது உலகிடாத இங்க இருக்கிற வேலை போயிடும். இது யாருக்கும் தெரியக்கூடாது என்ன? இப்படி இருக்கு. அது வந்து நான் தானே இவளை இங்க வேலைக்கு வச்சேன். அப்ப சரியா வேலை செய்யுதா இல்லையான்னு பார்க்கணும்ல, அதனால தான் எல்லாம் பார்த்தேன். இந்த பாரு இப்படி இருக்கணும், எல்லாம் நல்ல கழுவி வைக்கணும். என்ன ஒரு குறை யாரும் சொல்லக்கூடாது. திருட ரொம்ப காமெடியா பேசுறாரு. കോമഡി ഇഷ്ടപ്പെട്ടാണ് എൻ്റെ. ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടാൻ നിൽക്കണ്ട കേട്ടോ, പണിയെടുക്കട്ടെ. എന്തായാലും കൊള്ളാം. ശരി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഈശ്വരനൊരു കാര്യം അറിഞ്ഞോ? എന്തേ? നമ്മുടെ റസിയുടെ വീട്ടിലുണ്ടല്ലോ ദോരേണ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റസിയാക്ക് സുഖമില്ലാഞ്ഞിട്ട് അവിടുത്തെ വീട്ടുപണിക്ക് കൊണ്ടുവന്ന് നിർത്തിയാണ്. തമിഴത്തിയല്ലേ? തമിഴത്തിയാ. അത് ഞാൻ പക്ഷെ സംഭവം ഒന്നും അല്ല. നമ്മുടെ ദോരേണനും ആ സ്ത്രീയും കൂടി എന്തോ ഡിംഗോൾഫിക്കേഷൻ ഉണ്ടെന്ന്. എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് അവര് തമ്മില്. എന്ത് കണ്ടെന്നാ പറയണ? എന്ത് കണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഈ പ്രേമമുള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറിന്ന് സംസാരിക്കില്ലേ, അതുപോലെ എന്തോ. എന്തേലും കൊള്ളാം. ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. എന്തേലും ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി നടക്കും. ചുമ്മാ ആരൊന്നും പറയൊന്നുമില്ല. പോയിച്ചാ എന്തെങ്കിലും കാണും. ഉറപ്പാണോ? മല്ലിക നിന്നോട് പറഞ്ഞ? അപ്പൊ ഒന്ന് വാസൂട്ടിനോട് സൂചിപ്പിക്കണമല്ലോ. എന്തെന്ന്? അല്ല, സുമയെന്ന് പറഞ്ഞാല് നമ്മുടെ പെങ്ങളാണല്ലോ. വാസൂട്ടിയുടെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളല്ലേ. ഇച്ചായത്തെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ. ഇതാണ് ഞാൻ ഇച്ചേനോട് ഒന്നും പറയാത്തെ. എടി അങ്ങനെ നീ പറഞ്ഞെന്നും പറഞ്ഞല്ല ചോദിക്കണം. അവന്റെ ശ്രദ്ധയിലൊന്നും പെടുത്തും. ഇങ്ങനെ ഒരു കാര്യം പറയണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചേരെന്ന് പറഞ്ഞാല. കർത്താവേ, ഏത് നേരത്തെ എനിക്ക് നീ പറയാൻ തോന്നിയോ എന്തോ. പറഞ്ഞിട്ട് വന്ന് നോക്കാം നമുക്ക്. நாளை சனிக்கிழமை தெரியுமில்ல, 2000 ரூபா வாங்கி வச்சுடு. சரிங்க. நீ சாப்பிட்டியா? சாப்பிட்டேன். நல்லா சாப்பிட்டுக்க, பரவாயில்ல. பாய் பார்த்துட்டா, சந்தேகத்துக்கு இடம் கொடுக்காத. போயிடு போயிடு. അവന് നമ്മുടെ കുടുംബത്തിൽ കയറി നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഈ കാണിക്കണത്. നമ്മുടെ കൂടപ്പുറപ്പാണെന്ന് ഓർത്തല്ലേ പരീക്ക് അവൻ അപ്പുറത്ത് താമസിപ്പിച്ച. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഈ പണി ചെയ്യേണ്ട കാര്യമുണ്ടാ? ഇതിപ്പോ നമ്മള് കിടന്ന് വേണം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വീട്ടിലും ഇതൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കണ്ട്. ഇത് തമാശ കളിയായിട്ട് എടുക്കരുത്. അവൻ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നേക്കണ ആളാണ്. പെങ്കൊച്ചി പരീക്കാടെ വീട്ടിലാണ് നിൽക്കണത്. എന്തേലും എടാകൂടെ ഒപ്പിച്ചാൽ പരീക്കാടെ തലയിലിരിക്കും. അതിപ്പൊ തന്നെ വാസൂട്ടിനോട് പറഞ്ഞിട്ട് മുളയല്ലേ നുള്ളണം. വേണമെന്നേ. ഇതിപ്പോ അത് മാത്രല്ല, അതിലും വലിയ പ്രശ്നമില്ല. പോന്റെ പെങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ എങ്ങാതി ഈ ജാതി പണിയൊക്കെ വല്ലതും കാണിച്ചാല്. അതുകൊണ്ടല്ലേ പറയണോന്ന് പറയണ. വല്ലാത്ത കാര്യത്തിന് ഓരോന്നും ചെന്ന് പെട്ടാണ്. അതതിന്റെ മാതിരൊക്കെ അവൻ. എന്താ ചൂടല്ലേ, സഹിക്കാൻ പറ്റല്ല. ഒരു രക്ഷയില്ല, ഇരുന്ന് വേർക്കാണ്. ഞാനേ ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറയണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തേ?
അത് ഇജ്ജ് പറയ്. ആരെങ്കിലും ഒരാൾ പറയടോ. ഇല്ല അതേ ഇവിടെ മറ്റേ ചെമ്പകത്തിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, ദൊരേ. അപ്പോ ഇപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്, ശരിയാണോ അല്ലേന്നൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, അവര് തമ്മിൽ എന്തോ ഒരു അടുപ്പുണ്ട് എന്നൊക്കെ പറയാണേ. അതെ, ആരെന്ന് ചോദിക്കണല്ല, ആര് തമ്മില്? നമ്മുടെ ഇവിടുത്തെ ചെമ്പകവും ദൊരയും കൂടിയേ. എന്തോ ഒരു നീക്കുപോക്ക് ഉണ്ടെന്ന് പുറത്ത് സംസാരം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്, അങ്ങോട്ട് പരന്നിട്ടില്ല. അപ്പൊ അത് നമുക്കൊരു ചീത്തപ്പേര് വന്നതിന് മുമ്പ് നീ ഒന്നതിലും ഇടപെടണം. ഒന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിന് നിൽക്കരുതെന്നൊന്ന് പറയണം. എന്ത് ചെയ്യും ഓരോരോ. അതല്ല, വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട. മയത്തിൽ ചെവി അറിയാതെ അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് മേലാലി ഇവിടെ ഉണ്ടാകരുത്. വേണമെങ്കിൽ ഇത് ഇവിടെ പണി നിർത്തി പോകുന്നവരെ അവനോട് നാട്ടിൽ പോയി നിൽക്കാൻ പറ. മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേന്ന് പറ. അല്ല എന്നാലും നമ്മുടെ കുടുംബത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അല്ല, ദൊരേനെ പറഞ്ഞിട്ടും കാര്യമില്ലേ, അവൻ മനുഷ്യനല്ലേ. ഇവന്റെ പെങ്ങളൊക്കെയാണേലും ദൊരക്ക് ഇണങ്ങണത് ഇവള് തന്നെയാണ്. വർത്താനം പറഞ്ഞത് എന്തു വർത്താനേ പറഞ്ഞത്? സ്ഥലകാലബോധമില്ല കേട്ടോ. ഓന്റെ പെങ്ങളല്ലേ, അവർക്ക് എന്താ തോന്നിണ്ടാവും? ഞാനൊരു തമാശ അതന്നെ പറഞ്ഞ, എനിക്ക് തമാശ പറഞ്ഞു കൊടുത്ത ഒരു കണ്ണു മൂക്കില്ല. അവന്റെ പെങ്ങള് നമ്മുടെ പെങ്ങളായോണ്ടല്ലേ ഇത് കാര്യം വന്ന് പറഞ്ഞത്. കാര്യം പറയേണ്ട എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, എനിക്ക് എല്ലാതും തമാശയാണ്. നീ ചോദിക്കുന്ന സമാധാനം മാത്രം പറഞ്ഞാൽ അതെ, ഒരു നിലക്കാണ് ഞാനിവിടെ കഴിഞ്ഞു കൂടുന്നത്. അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ വക കോമാളിത്തരം കാണിക്കാൻ നിന്നാലേ എന്താ കത്തെടുത്തേ കളിക്കണേ? അവര് പൈത്ത് പിടിച്ചിരിക്കോട് ഞാൻ പറഞ്ഞല്ലേ ചങ്ങായിക്ക് ഇപ്പൊ തന്നെ ഒന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. നിനക്കൊരു രീതിയൊക്കെ അല്ലേ? ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഈ വക തോന്നിയ ദിവസം കളിക്കാൻ അവൻ ആരാധിക്കും. നീ സത്യം പറ, നീ ആ പെണ്ണായിട്ട് എന്താ ഇടപാട്? ഉടുക്ക് പൈത്ത് പിടിച്ചിരിക്ക. എന്ത് പെണ്ണ്, എന്ത് ബന്ധം, എന്നെ சொல்றீங்க? അതെ, ഇജ്ജ് വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ കഥയൊക്കെ ഇവിടെ സകല ആൾക്കാർക്ക് പറയാം. അത് മനസ്സിലാക്കോ? പല തവണ നിങ്ങളുടെ ഈ ചുറ്റിക്കളി ഞങ്ങൾ വാച്ച് ചെയ്യണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വാസുട്ര അളിയനായതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചത്. ഈ ജാതി ഇടപാടൊന്നും ഇവിടെ നടക്കൂല. എന്നെ ഇടപാട് ഇത് അല്ല, ആയിക്കോട്ടെ. നീ സത്യം പറയടാ, അവനെ തല്ലി കൊല്ലും നിന്ന. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് പൊണ്ണ് അവളെ വിളിച്ചേ, അവളെ വിളിക്കേ, വിളിക്കേ, ഒക്കെ ശരിയാക്കി തരാം. എന്താ ഓനും ഇജ്ജും തമ്മിൽ എന്താ ബന്ധം? ഇല്ല, ചമ്പക്ക് ഞാനും തമ്മിൽ എന്ത് ബന്ധവും ഇല്ല. ഒരു ബന്ധമില്ലേ? அவங்க என்னோட அண்ணாங்க. அண்ணாங்க. എല്ലാ പെണ്ണുങ്ങളെ എന്നെ പറയാ, എന്റെ ചേട്ടനാണ് എന്റെ അണ്ണനൊക്കെ പറയും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം சும்மா அவங்க என்னோட அண்ணாங்க. ஏண்டி இதெல்லாம் இங்க சொன்ன? சொல்லக்கூடாதுன்னு சொன்னல. நீ தங்கச்சின்னு தெரிஞ்ச உனக்கு இங்க வேலை கிடைக்காது இல்ல. ஏதோ என்ன திட்டினா நான் அதுக்காக பாட்டு போயிருக்குமல்ல. என்னால ஏங்க நீங்க சாகணும்? അതെ ഇത് ഭർത്താൻ അവിടേക്ക് അന്റെ തങ്കച്ചിയാണ് ഉദ്ദേശിച്ചെങ്കിൽ അതെന്താ അപ്പൻ അറിയാണ്ടിരിക്ക? രണ്ടാളേനല്ലേ? എന്താ പറയാ? മன்னிக்கணும், ஒரு தப்பு பண்ணிட்டேன். നീ തമിഴ് നാടകം കളിക്കല്ലേ, നീ സത്യം പറ. നീ இது என் தங்கச்சின்னு உங்ககிட்ட உண்மையை சொல்லல. அது ஏன்னா என் தங்கச்சின்னு தெரிஞ்சா பாய் இவளுக்கு வேலை கொடுக்குமோன்னு சந்தேகப்பட்டுதான் அப்படி சொல்லக்கூடாது இவகிட்ட சொன்னேன். பின்ன அழியனுக்கு அது மோசம் ஆயிடுமோனுதான் நான் அது மறைச்சு வச்சேன். അതാണല്ലേ ഇജ്ജ് മറച്ചു വെച്ച്? ഇജ്ജ് ഇവിടുന്ന് ആഴ്ചയിൽ എന്റെ കായ് മേടിച്ചോണ്ട് എന്തിനാ? അതെന്തിനാ? എന്നിട്ട് ഈ പോയി വെള്ളടിച്ചില്ലേ? ஒரு புருஷன் என் அழிய இருக்குதுல்ல, சன்ட்ரிங் பண்ணி வேலை மாடியிருந்து கீழே விழுந்து எடும்பல் ஒடிஞ்சு போச்சு. இப்போ படுத்துட்டு இருக்குது. சாப்பிட்றதுக்கு வகை இல்லை, என்னால ஹெல்ப் பண்ணவும் முடியல. அப்பதான் பாய் வீட்டில் ஒரு ஆள் வேணும்னு சொல்லிச்சு. ஒரு மாசம் கிடைக்கிற பணம் கிடைச்சா குடும்பம் நிம்மதியா இருக்குமில்லன்னு நான் தான் போய் சொல்லி அவளை கூட்டிட்டு வந்தேன். வாரம் அவளுக்கு கொடுக்குற காசு இதை பாரு பாய். நான் அப்பவே மணி ஓடுறா. പോട്ടെ കരയണ്ട പോട്ടെ. ഞങ്ങള് ആളുകൾ പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചാണ്. പോട്ടെ.
ഒരു തപ്പ് വേണ്ടിട്ട് പോട്ടെ പറഞ്ഞോടാ എനിക്ക് ഈ വക കാര്യങ്ങൾ മനുഷ്യന് വെറുതെ ഇടങ്ങളാ പെങ്ങളാടാ பரவாயில்ல மன்னிக்கணும் பேகெல்லாம் எடுத்துக்கோ போலாம் நான் காசுக்கு வேற ஏதாவது படிப்பா വേണ്ട 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 അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ വീട്ടില് എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും ഓളെ ഞങ്ങള് വിളിക്കോളൂ. നിന്റെ പരിചയത്തിൽ എവിടെ വേണമെങ്കിലും ഓളെ ഞങ്ങള് വിടോളൂ. ഇനി ഓളെ ഞങ്ങള് പറഞ്ഞു വിടുന്നില്ല. ഇത് കൊണ്ടാ നിക്ക് അതൊക്കെ അമ്മ വഴി ഉണ്ടാക്കാം. അറിയാണ്ട് ഞങ്ങക്ക് ഒരു ഇത് പറ്റിപ്പോയി. അത് ആരായാലും സംശയിക്കുമല്ലോ. നിനക്കതെന്റെ പറഞ്ഞാ പോരെ. അറിയാണ്ട് പറ്റിപ്പോയാണ്. അത് പറയാതിരുന്നത് ഇങ്ങനൊരു സംഗതി കേട്ട് കഴിഞ്ഞ പിന്നെ ആരായാലും അങ്ങ് ഉണ്ടാവില്ല ഇത്. ശമ്പകോ ഞങ്ങളെല്ലാം അണ്ണേ. ആ ശരി ശമ്പകോ ശരി. പുല്ല് വാങ്ങിച്ചു തരാം നിനക്ക്. പുല്ല് വാങ്ങിച്ചു ഒരു